ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട് പറയാം. വാ. എന്താടാ? അതായത് നമ്മുടെ അനുമോളും നെവിനും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്ന പ്രൊമോ വന്നിരിക്കുന്നു. നന്നാക്കാന്ന് വിചാരിച്ച സമ്മതിക്കരുത്, ഓരോരോ വാലത്താന്മാര്. അതായത് അനുമോള് ജിസേലിന്റെ ദേഹത്ത് ലിപ്സ്റ്റിക്ക് തോണ്ടിയെടുക്കാൻ വേണ്ടി ചുണ്ടില് ഒരു ടിഷ്യൂ വെച്ച് തൊട്ടു. കൺസെന്റ് ഇല്ലാതെ തൊടുന്ന തെറ്റാണ്. അതിന് പകരം ജിസേല് പിടിച്ചു നല്ലൊരു തള്ള് അനുമോളെ തള്ളുകയും ചെയ്തു. ദേഷ്യമെന്ന് നീ തല്ലുവല്ലേ? ഈ വിഷയത്തില് ഉടനെ തന്നെ നമ്മുടെ നെവിൻ പറയാണ്, അനുമോള് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അനുമോളെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നെവിൻ സ്വയം ചാവേറായെന്നോ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കളഞ്ഞെന്നോ പറയാം. ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ പോകും, ഞാൻ പോയിക്കോളാം. വാക്കാണ്. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം. ഇനി ആരും സൂത്രം കാണിച്ചാ? നിവിൻ എന്താണ് അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇത് സത്യം 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 സത്യം. അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോവാനായി പ്രധാന വാതിൽ തുറന്നു തരുന്നത്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോവാനായി പ്രധാന വാതിൽ തുറന്നു തരുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഷോ ഇറക്കി സ്വയം നെവിൻ മണ്ടനായിട്ട് ആ പുറത്തു പോയിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി നിന്ന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ?